ജീവിക്കേണ്ടത് എന്നർത്ഥം. മറിച്ച് സഹോദരിമാരോട് പ്രവാചക തിരുമേനി കോമൺ ആയ പറഞ്ഞ സംഗതി എന്താ? നിങ്ങളുടെ മുഖവും മുൻകൈയും ഒഴികെ ശരീരത്തിന്റെ മുഴുവൻ ഭാഗവും മറച്ചിരിക്കണം. ശരീരത്തിന്റെ മുഴുവൻ ഭാഗവും ഏതൊഴികെ? മുഖവും മുൻകൈയും ഒഴികെ. ഇത് പറയുന്ന ചില പ്രത്യേക സന്ദർഭങ്ങളുണ്ട്. ഒരിക്കൽ പ്രവാചക പത്നി ആയിഷ റളിയല്ലാഹു അൻഹയുടെ സഹോദരി അസ്മാ ബീവി പ്രവാചക സന്നിധിയിൽ വന്നപ്പോ അവര് ഈ പറഞ്ഞിരിക്കുന്ന ഇസ്ലാമികമായിരിക്കുന്ന പൂർണ്ണമായ വേഷം ധരിച്ചിട്ടില്ല. അതൊരുപക്ഷെ അതുമായി ബന്ധപ്പെട്ട വിജ്ഞാനം ലഭിക്കാത്തത് കൊണ്ടാവാം, അല്ലെങ്കിൽ പ്രവാചകർ തന്റെ സഹോദരിയുടെ ഭർത്താവാണല്ലോ എന്ന് കരുതിയൊക്കെ ആവാം. എങ്കിലും പ്രവാചകർ അവർ ഉപദേശിച്ചു, നിന്നെപ്പോലെയുള്ള പ്രായപൂർത്തിയായിരിക്കുന്ന ഒരു പെൺകുട്ടി ഇങ്ങനെയല്ല വസ്ത്രം ധരിക്കേണ്ടത്. നിനക്ക് തുറന്നിടുവാൻ അനുവാദമുള്ള ഭാഗം നിന്റെ മുഖവും കൈപ്പത്തികളുമാണ് എന്ന്. മുഖവും മുൻകൈയും ഒഴികെയുള്ള ശരീരഭാഗങ്ങൾ മറക്കണം എന്നാണ് റസൂൽ പഠിപ്പിച്ചത്. മറ്റൊരിക്കൽ റസൂല് ഇങ്ങനെ ഒരു സദസ്സിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പെൺകുട്ടി ഇങ്ങനെ കടന്നു വന്നു. അപ്പോ കൂടെ ഇരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ആ പെൺകുട്ടിയെ ഇങ്ങനെ തുറിച്ചു നോക്കി. അപ്പൊ റസൂൽ എന്ത് ചെയ്തു? അവന്റെ തല പിടിച്ചു തിരിച്ചു. എന്തുകൊണ്ടാണ് തല പിടിച്ചു തിരിക്കേണ്ടി വന്നത്? അയാൾ ആ പെൺകുട്ടിയെ നോക്കിയത് കൊണ്ട്. അയാൾ എന്തുകൊണ്ടാണ് നോക്കിയത്? കാണുന്നത് കൊണ്ട്. എന്തുകൊണ്ടാ കണ്ടത്? കാണാവുന്ന വിധത്തിലായിരുന്നു അവൾ എന്നതുകൊണ്ട്. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ അവളെ മൊത്തത്തില് വലിയൊരു കവറിൽ ഇങ്ങനെ ഇട്ടിട്ട് പാക്ക് ചെയ്ത ഷെല്ലാണ്. മൊത്തം കവർ ചെയ്തിട്ട് ഒരു പാക്കിങ്ങിലല്ല അവൾ ഉള്ളത്, അവൾ പുറത്താണ്. എന്ന് പറഞ്ഞാൽ അവളുടെ മുഖം കാണാമായിരുന്നു. മുഖം കാണുന്നത് കൊണ്ടാണ് ഈ ചെറുപ്പക്കാരൻ നോക്കിയത്. അപ്പോ പ്രവാചക തിരുമേനി അപ്പോഴെങ്കിലും എന്താ പറയേണ്ടത്? ഇവന്റെ തല പിടിച്ചു തിരിക്കട്ടെ. എങ്കിലും ആ പെൺകുട്ടിയോട് പറയണ്ടേ, നീ ഇങ്ങനെ മുഖം തുറന്നിട്ട് വന്നതുകൊണ്ടാണ് ഇവൻ നിന്നെ നോക്കിയത്. ഇനി അങ്ങനെ ചെയ്യാൻ പാടില്ല, മുഖവും കൂടി മറച്ചുകൊണ്ടായിരിക്കണം നീ പുറത്തേക്ക് വരേണ്ടത് എന്ന് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയേണ്ടിയിരുന്നു. പക്ഷെ പറഞ്ഞില്ല. അപ്പൊ ഞാൻ സൂചിപ്പിച്ചത്, നമ്മള് ഒന്നുകിൽ വളരെ ജീർണമായ സംസ്കാരത്തിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ തീവ്രമായ മാർഗങ്ങൾ സ്വീകരിക്കുന്നു. രണ്ടിനും മധ്യയാണ് ഇസ്ലാം നിൽക്കുന്നത്. ഒരു പെൺകുട്ടി, പ്രായപൂർത്തിയായിരിക്കുന്ന ഒരു പെൺകുട്ടി ഒരു ടൈറ്റ് ജീൻസും ഒരു ടീഷർട്ടും ഒക്കെ ധരിച്ച്, അല്ലെങ്കിൽ അല്പമാത്രമായിരിക്കുന്ന വസ്ത്രം മാത്രം ധരിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നത് എന്തുമാത്രം ആഭാസമാണോ, അതെന്തുമാത്രം വലിയ ജീർണതയാണോ, അതിനെ വിമർശിക്കുന്ന നമ്മൾ കൂടെ മനസ്സിലാക്കേണ്ടത്, ഒരു പെൺകുട്ടിയെ ശരീരത്തിന്റെ ഒരു ഭാഗവും പുറത്തു കാണാതെ, അഥവാ മുഖവും മുൻകൈയും അടക്കം മറച്ചിട്ട് കൊണ്ടു നടക്കുക എന്ന തീവ്രമായ ശൈലിയും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. രണ്ടിന്റെയും മധ്യയാണ് ഇസ്ലാം നിൽക്കുന്നത്. ഒരു കാര്യം കൂടി പറയാം. ഇന്ന് ക്യാമ്പസുകളിൽ പോലും, ഞാൻ ഈ അടുത്ത ദിവസം വാട്സപ്പിൽ ഒരു സഹോദരനെ ശരിക്കുന്ന ഒരു മെസ്സേജ് നോക്കി. ഈ മുഖം മറക്കുന്നതിന്റെ മഹത്വം വിവരിക്കുന്ന ഒരു പെൺകുട്ടിയുടെ വാക്കുകളാണ് ധാരാളമായി സംസാരിക്കുന്നുണ്ട് അതിൽ. പക്ഷേ അവിടെയൊക്കെ തന്നെ ഇതിലേക്ക് നയിച്ചിരിക്കുന്ന ചില ആളുകളുടെ, ചില വ്യക്തികളുടെ ഫത്വയല്ലാതെ ഇസ്ലാമിക പ്രമാണങ്ങളുടെ എന്തെങ്കിലും ഒരു പിൻബലം അവർ ചൂണ്ടിക്കാണിക്കുന്നത് കാണുന്നില്ല. ഞാൻ സൂചിപ്പിച്ചത്, എന്തിനാണ് ഒരു പെൺകുട്ടി മുഖം മറക്കുന്നത് എന്ന ചോദ്യത്തിന് ലഭിക്കുന്ന അവസാനത്തെ ഉത്തരം എന്താണ്? അവളുടെ മുഖം ഒരു പുരുഷൻ കാണാതിരിക്കാൻ. അതാണ് ഉത്തരം. ഒരു പെൺകുട്ടിയെ ഒരു പുരുഷൻ അങ്ങനെ കണ്ടുകൂടാ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ പറഞ്ഞിരിക്കുന്ന ആയത്തിൽ പെൺകുട്ടിയെ പുരുഷൻ കണ്ടുകൂടാന്ന് മാത്രമല്ല, പുരുഷനെ പെൺകുട്ടി കണ്ടുകൂടാ എന്നുകൂടി ഉണ്ട്. കുല്ലിൽ മുഅ്മിനീന യഗ്ളുദു മിൻ അബ്സാരിഹിം വയഹ്ഫദു ഫുറൂജഹും. ഒരു ചെറുപ്പക്കാരൻ ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ അവൻ കണ്ണു താഴ്ത്തിക്കളയട്ടെ, അവന്റെ ചാരിത്രം സംരക്ഷിക്കട്ടെ എന്ന് പറയുന്നു. അടുത്ത ഭാഗം എന്താ? വഖുല്ലിൽ മുഅ്മിനാത്തി യഗ്ളുദുന മിൻ അബ്സാരിഹിന്ന വയഹ്ഫദുന ഫുറൂജഹുന്ന. ഒരു പെൺകുട്ടി ഒരു ചെറുപ്പക്കാരനെ കാണുമ്പോ അവളും കണ്ണുകൾ താഴ്ത്തട്ടെ എന്നാണ്. അപ്പോ ആണുങ്ങളെ പെണ്ണുങ്ങളെയും കാണാൻ പാടില്ല, പെണ്ണുങ്ങൾ ആണുങ്ങളെയും കാണാൻ പാടില്ല, അങ്ങനെ ഖുർആൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ പെണ്ണിനെ കാണാതിരിക്കാൻ അവൾ മുഖം മറക്കണം എന്ന് നിർദ്ദേശിക്കുന്നവർ, ആണിനെ കാണാതിരിക്കാൻ അവനും മുഖം മറക്കണമെന്ന് കൂടെ പറയണം. അതിന് തയ്യാറുണ്ടാവോ? എനിക്ക് വിഷയത്തിൽ വന്നൊരു ചോദ്യം എന്താ അറിയോ? ഇങ്ങനെയൊക്കെ ആണെങ്കിലും
ഒരു സ്ത്രീ മുഖവും കൂടി മറക്കുന്നതുകൊണ്ട് തെറ്റുണ്ടോ? അത് തെറ്റാണെന്ന് പറയാൻ പറ്റുമോ? ഒന്നുകൂടി പിന്നെ അത് നല്ലതല്ലേ? ഞാൻ പറഞ്ഞു ആ തെറ്റില്ല. പക്ഷെ കൂടെ അവളെ കൊണ്ടുപോകുന്ന അവളുടെ ഭർത്താവും കൂടി മുഖം മറക്കുന്നതും തെറ്റില്ല, അതും നല്ലതാണ് എന്നുകൂടി പറയാം. ആണും പെണ്ണും ആൺകുട്ടികളും പെൺകുട്ടികളും മുഖവും കൂടി മറക്കുക എന്ന സംസ്കാരം സ്വീകരിക്കുന്നത് തെറ്റല്ല എന്ന് പറയാൻ സാധിക്കുമെങ്കിൽ അതിന്റെ കൂടെ മാത്രമേ പെണ്ണ് മുഖം മറക്കൽ തെറ്റല്ല എന്ന് പറയാൻ കഴിയുള്ളൂ. അതാണ് വസ്തുത. അപ്പോ ഞാൻ എന്തുകൊണ്ടാണ് പറഞ്ഞതെന്നറിയോ? ഇസ്ലാം